ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ മലയാളം എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ലാംഗ്വേജ് ആയിരുന്നു, എനിക്ക് മലയാളം ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം +1ൻ്റെ പബ്ലിക് എക്സാം ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തെന്ന് ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കൊടുക്കാക്കാൻ പറ്റുമോ, മലയാളം ടഫ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മോഡലിന് വന്നിട്ടുള്ള മലയാളം കുറച്ച് ചെറിയ രീതിയിൽ ഈ ചേരുമ്പടി ചേർത്ത് എഴുതാനുള്ള ബോക്സ് വെച്ചിട്ട് എഴുതാനുള്ളതൊക്കെ ടഫായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം പബ്ലിക്കിന് വന്നത് വളരെ എളുപ്പമുള്ളതായിരുന്നു കേട്ടോ. ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഈ കമ്പയർ ചെയ്താളത്. പക്ഷെ ഇത് എത്ര 4 മാർക്കിനാണോ? 4 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എളുപ്പമുള്ളതാണ് ചോദിച്ചത്. കഴിഞ്ഞ മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ടഫുള്ള രീതിയിലായിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു ടഫ് എന്നല്ല, എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇങ്ങനെ ബോക്സിൽ കൊടുത്തിട്ടുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എളുപ്പമാണ്. പിന്നെ ബാക്കിയുള്ളത് 1 വേർഡ് വെച്ച് നോക്കുമ്പോൾ 1 വേർഡൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇതിൽ സിമ്പിൾ 1 വേർഡും കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 വേർഡ് ആണെങ്കിൽ 2 വേർഡ് ചിലപ്പോൾ ഇത് കുഴപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം 2 വേർഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 4 മാർക്കിൻ്റെതാണെങ്കിലും ചിലതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എന്ന കവിതയിൽ ഹാസ്യത്തിന് കാരണമാകുന്ന വസ്തുതകൾ എന്തൊക്കെ, അതൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ ഒരു കൺഫ്യൂഷൻ ആക്കി. പക്ഷേ നമ്മളിപ്പോൾ 2-3 വട്ടം വായിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ഐഡിയ കിട്ടുമ്പോൾ വൃത്തിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മാർക്കിൻ്റെതും എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഈ മാധ്യമങ്ങളെ കുറിച്ചിട്ട് എഴുതാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, കാരണം കമ്പയർ ചെയ്ത് എഴുതാനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പരമ്പരാഗത മാധ്യമങ്ങളും അതുപോലെ തന്നെ നവമാധ്യമങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഞാൻ അതാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ. പക്ഷേ ഞാൻ തുടക്കത്തിൽ കുറച്ച് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം 8 മാർക്കിൻ്റെയാണ് എഴുതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 8 മാർക്കിൻ്റെതിന് തന്നെ എനിക്ക് ഏകദേശം അരമണിക്കൂറിലധികം 8 മാർക്കിൻ്റെ 2 എഴുതാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം തികയില്ല വിചാരിച്ചിട്ട് ഞാൻ എളുപ്പമുള്ളത് എഴുതി. പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ എനിക്കറിയാം, പക്ഷേ കുറേ എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് 6 മാർക്കിൻ്റെതുമാണ്, അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അത് എഴുതിയില്ലായിരുന്നു. നവമാധ്യമങ്ങളെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരില്ല, പൊതുവേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് മോഡലിന് തന്നിട്ടുണ്ടായിരുന്ന ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം 2-3 വട്ടമൊക്കെ ഞാൻ വായിച്ചിട്ടാണ് എഴുതേണ്ടത്. എനിക്ക് അങ്ങനെ പുറത്തുനിന്ന് തരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വായിക്കണമല്ലോ. പക്ഷെ ഇത് നല്ല എളുപ്പമുള്ള രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ONV കുറിപ്പിൻ്റെ പക്ഷിശാസ്ത്രം പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും എളുപ്പമുണ്ടായിരുന്നു. പിന്നെ 8 മാർക്കിൻ്റെതാണെങ്കിലും മോഡലിന് ഇങ്ങനെ തന്നെ ചോദിച്ചു തോന്നുന്നുണ്ട്. ഗൗളീന് മോഡലിലെ ക്രിസ്മസിനൊക്കെ ഗൗളി ജന്മത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കിരാതവൃത്തത്തിൽ നിന്ന് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അത് നല്ല രീതിയിൽ കിരാതവൃത്തം നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാനത് വൃത്തിയിൽ എഴുതിയിട്ടില്ല. പിന്നെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്നുള്ള ആ ചാപ്റ്റർ നോക്കിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ സാമൂഹിക വിമർശന തലം എന്താവാന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് 2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 8 മാർക്കിൻ്റെ. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ലാംഗ്വേജ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മിക്ക ആൾക്കാർക്കും ഹിന്ദി ആവാം, സംസ്കൃതം ആവാം, അറബി ആവാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാമും കാര്യങ്ങളും. ഇപ്പോൾ മലയാളം പോലെ ആവണമെന്നില്ല, ചിലപ്പോൾ ഹിന്ദി അറബിയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാൻ ദിസ് ഈസ് അപ്നേറ്റ് സൈനിങ് ഔട്ട്. ബൈ.